നമസ്കാരം. കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റിയിലെ മൂന്നാം വാർഡായിട്ടുള്ള JTS എന്ന് പറയുന്ന സ്ഥലത്താണുള്ളത്. ഏറ്റവും പ്രധാനമായിട്ട് വരാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റി BJPയുടെ സംസ്ഥാന നേതൃത്വം വലിയ രീതിയിൽ പ്രതീക്ഷ വെക്കുന്ന ഒരു സ്ഥലം കൂടിയാണ്. കേരളത്തിൽ 10 മുനിസിപ്പാലിറ്റികൾ BJP അധികാരത്തിൽ വരുമെന്നുള്ള പ്രതീക്ഷയോട് കൂടി തന്നെയാണ് പ്രവർത്തിക്കുന്നത്. കഴിഞ്ഞ വട്ടം ഒരു സീറ്റിന്റെ മാത്രം വ്യത്യാസത്തിലാണ് കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റി BJPക്ക് നഷ്ടപ്പെട്ടത്. ഈ സമയത്ത് ഈ വാർഡിൽ മഹാസമ്പർക്കത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന എല്ലാ വീടുകളിലും BJPയുടെ ആശയങ്ങൾ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട വിഷയങ്ങൾ എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് BJPയുടെ എല്ലാ പ്രവർത്തകരും. ഇപ്പോൾ തൃശ്ശൂർ സൗത്ത് ജില്ലാ മഹിളാ മോർച്ചയുടെ പ്രസിഡന്റായിട്ടുള്ള രശ്മി ചേച്ചി നമ്മോടൊപ്പം ചേരുകയാണ്. ചേച്ചി നമസ്കാരം. നമസ്കാരം ചേച്ചി, ഇപ്പോ BJP വലിയ പ്രതീക്ഷയിലാണ്. കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റി BJP ഭരിക്കുമെന്നുള്ള ട്രെൻഡ് ഓൾറെഡി ഉണ്ട്. CPMന്റെ ഉള്ളിൽ വലിയ ഭയം ഇത്തവണ കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതലുണ്ട്. എങ്ങനെയാണ് ഈ പ്രവർത്തനങ്ങൾ എങ്ങനെ മുന്നോട്ട് പോകുന്നു? വിജയ സാധ്യത എത്രത്തോളം? 100% വിജയ സാധ്യതയുണ്ട്. ഭരണം നമ്മൾക്ക് തന്നെയാണ് എന്നുള്ള ഒരു ഉറച്ച വിശ്വാസത്തിലാണ്. നമ്മൾക്കിപ്പോൾ സമ്പർക്കവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വീടുകളിൽ ഇറങ്ങുമ്പോൾ നമ്മളുടേതായ വാർഡുകളിൽ നമുക്ക് 100% ഉറപ്പാണ്. അതുപോലെ തന്നെ ഇപ്പോൾ മൂന്നാം വാർഡ് ആണെങ്കിലും ഇവിടെ ഒരുപാട് മാറ്റങ്ങളുണ്ട്. ജനങ്ങളുടെ നമ്മൾ സമ്പർക്കത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ജനങ്ങൾക്കിടയിൽ വലിയൊരു നമ്മൾക്ക് അനുകൂലമായിട്ടുള്ളൊരു നിലപാടാണ് ജനങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. അത് നമ്മൾക്ക് മിക്കവാറും വീടുകളിൽ കയറുമ്പോൾ തന്നെ നമുക്ക് നേരിട്ട് അറിയാൻ സാധിക്കുന്ന കാര്യം തന്നെ. ഇപ്പോൾ ഈ വോട്ട് ചേർക്കലെല്ലാം ഈ വാർഡിൽ എങ്ങനെയായിരുന്നു? കഴിഞ്ഞ തവണത്തേക്കാളെല്ലാം കൂടുതലാണോ, അല്ലെങ്കിൽ CPM ആണോ BJP ആണോ ഇത്തവണ ഈ വാർഡിൽ കൂടുതൽ വോട്ടുകൾ ചേർത്തിരിക്കുന്നത്? നിലവിൽ CPMന്റെ ഒരു വാർഡ് കൂടിയാണല്ലോ ഇത്. നിലവിൽ നമ്മളുടെ പ്രവർത്തകർ ഇവിടെ നല്ല രീതിയിൽ വോട്ട് ചേർക്കലും അതുപോലെ വോട്ട് വെട്ടലും നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ഒരു പ്രതീക്ഷ ഈ വാർഡിനെ സംബന്ധിച്ച് നമുക്കുണ്ട്. അപ്പോൾ ഈ സ്ത്രീജനങ്ങളുടെ ഒരു പങ്കാളിത്തം BJP എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ഭാരതത്തിൽ അധികാരത്തിൽ എത്തിയത് തന്നെ സ്ത്രീകളുടെ ഒരു വലിയ വോട്ടാണ്. ഇത്തവണ ഈ ഇതുപോലെയുള്ള വാർഡുകളിൽ ഒരു അവസ്ഥ എന്താണ്? ഇപ്പോൾ ചേച്ചിയുടെ തൊട്ടപ്പുറത്തെ വാർഡിന്റെയും ഒരു സിറ്റുവേഷൻ ഒന്ന് പറയാൻ സാധിക്കും? എൻ്റെ വാർഡിനോട് തൊട്ട് കിടക്കുന്ന വാർഡാണ് ഇത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളുടെ ഒരു പ്രവർത്തനം വിലയിരുത്തിക്കൊണ്ട് തന്നെ കൗൺസിലർമാർ ഓരോ വീടുകളിൽ ചെന്നുകൊണ്ടായിട്ടായാലും അല്ലെങ്കിൽ സ്ത്രീകൾക്ക് ഇടയിലേക്ക് അവരുടെ ഇടയിലേക്ക് ഇറങ്ങി ചെന്നുകൊണ്ട് അവരുടെ പ്രശ്നങ്ങൾ പഠിച്ചുകൊണ്ട് അവരോടൊപ്പം നിൽക്കാൻ സാധിക്കുന്നത് എന്ന് നമ്മൾക്കാണ്. അതുപോലെ നമ്മൾ ഒരിക്കലും ഒരു നെഗറ്റീവായിട്ട് തോന്നുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനങ്ങൾ നമ്മളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. ഇപ്പൊ ബന്ധു നിയമനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അപ്പൊ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ഇന്ന് ഭരിക്കുന്നവര് നടത്തിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ജനങ്ങൾ നേരിട്ട് അറിഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ അതിൽ തന്നെ വലിയൊരു വിവേചനം ജനങ്ങൾക്കിടയിലുണ്ട്. ജനങ്ങൾക്ക് അങ്ങനെ ഒരു ഭരണമാറ്റം വേണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇപ്പോൾ ഈ കഴിഞ്ഞ വട്ടത്തേക്കാൾ CPM എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം അവരുടെ ഒരു പ്രവർത്തനം കൂടിയിട്ടുണ്ടോ അല്ലെങ്കിൽ കുറഞ്ഞിട്ടുണ്ടോ? എന്താണ് അവരൊരു ചേച്ചിക്ക് വർഷങ്ങളായിട്ട് BJPയിൽ പ്രവർത്തിക്കുന്ന ആളതിന്റെ പേരിൽ ഇപ്പോഴത്തെ ഒരു സ്റ്റാൻഡ് എന്താണ്? CPMന്റെ സ്റ്റാൻഡ് എന്താണ്? CPMന്റെ ഭാഗത്തു നിന്നും ഇപ്പോ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വെച്ചാൽ വളരെ ശോചനീയമായ ഒരു പ്രവർത്തനമാണ് അവരുടെ ഭാഗത്ത് കാണാൻ സാധിക്കുന്നത്. കാരണം നഗരസഭയുടെ ഈ 50 വർഷത്തെ ഭരണം കൊണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഇപ്പോൾ ഇന്നും കൊടുങ്ങല്ലൂർ നഗരസഭയെ സംബന്ധിച്ച് നിലനിൽക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നഗരസഭയുടെ ഭരണത്തിൽ ഈ 50 വർഷക്കാലം കൊണ്ട് കാര്യമായ വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് മാത്രമല്ല, SC ഭൂമി ഉൾപ്പെടെയുള്ള വിവാദങ്ങൾ ഇങ്ങനെ നിലനിൽക്കുമ്പോൾ ജനങ്ങൾ ഒരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. അത് ജനങ്ങളിലേക്ക് എത്തിയത് ഇപ്പോഴാണ്. അത് BJP ഇടപെട്ടുകൊണ്ട് ജനങ്ങളിലേക്ക് എത്തിച്ചപ്പോൾ അവർക്ക് തീർച്ചയായിട്ടും ഒരു തിരിച്ചടി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് 50 വർഷക്കാലത്തെ ഈ ഭരണം കൊണ്ട് കൊടുങ്ങല്ലൂരിലെ ജനതയ്ക്ക് എന്ത് നേട്ടമാണ് ഉണ്ടായിട്ടുള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്നും ഭൂമിയും വീടും ഇല്ലാത്ത SC വിഭാഗത്തിൽ ഉൾപ്പെടെയുള്ള സാധാരണക്കാരായ മറ്റു വിഭാഗത്തിൽപ്പെട്ട ആളുകളും കൊടുങ്ങല്ലൂർ നഗരസഭയിലുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ കേരളത്തിൽ BJPയുടെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യങ്ങളിൽ ഒന്നാണ് കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റി. ഇതിൽ 46 വാർഡുകളാണ് ഇത്തവണ എല്ലാ പരിഷ്കരണങ്ങൾക്കും ശേഷം ഉണ്ടായിരിക്കുന്നത്. ഇതിൽ 35 വാർഡുകൾ BJP വിജയിക്കുമെന്നുള്ള ഒരു ട്രെൻഡ് മൊത്തത്തിൽ അങ്ങനെ പറയുന്നുണ്ടെങ്കിലും ഭൂരിഭാഗം വാർഡുകളിലും ഏകദേശം ഒരു 40 വാർഡുകളിലും BJPയുടെ സാന്നിധ്യം കൃത്യമായിട്ടുണ്ട്. അപ്പൊ ഇതിൽ ഈ പറയുന്നതും പ്രചരിപ്പിക്കുന്നതുമായിട്ടുള്ള വിഷയം അതൊരു യാഥാർത്ഥ്യമാകാനുള്ള ഒരു സാഹചര്യം അതെങ്ങനെയാണ് നിങ്ങൾ വിലയിരുത്തുന്നത്? പറയുന്നത് യാഥാർത്ഥ്യമാക്കാനാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. പറയുന്നത് പോലെ പ്രവർത്തിക്കുന്നത് നടപ്പിലാക്കുക, അല്ലെങ്കിൽ പറയുന്നത് നടപ്പിലാക്കുക എന്നുള്ളതാണ് BJPയുടെ നയം തന്നെ. അപ്പൊ അതുകൊണ്ട് നമ്മൾ 35 വാർഡ് എന്ന് പറയുമ്പോൾ 40 വാർഡുകളിൽ തന്നെ നമ്മൾക്ക് ഏകദേശം ശക്തമായ പ്രവർത്തനം നമ്മൾ ഇന്ന് നിലനിർത്തി പോരുന്നുണ്ട്. വോട്ട് വെട്ടലും ചേർക്കലും അതുപോലെ ഗൃഹസമ്പർക്കവും ഒക്കെ തന്നെ നമ്മൾക്ക്, അതുപോലെ നഗരസഭയുടെ 50 വർഷത്തെ ഭരണപരാജയങ്ങൾ അവിടെ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെ ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ട് നമ്മൾക്ക് പ്രവർത്തിക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ 40 വാർഡുകളിൽ ഏകദേശം ശക്തമായ പ്രവർത്തനം ഉണ്ടെങ്കിലും 35 വാർഡ് തീർച്ചയായിട്ടും BJP പിടിച്ച് ഭരണം നേടാൻ സാധിക്കും എന്ന് തന്നെയാണ് പറയുന്നത്. അത്
ചേട്ടാ നമസ്കാരം. നമസ്കാരം. ചേട്ടാ പേരെന്തായിരുന്നു? ഗിരീഷ്. ചേട്ടാ ഇപ്പോൾ ഒരു BJP സംബന്ധിച്ച് ഏറ്റവും നിർണായകമായിട്ടുള്ളൊരു ഘട്ടത്തിലാണ് കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റി നിൽക്കുന്നത്. പല ഘട്ടങ്ങളിൽ ഇപ്പോൾ ഒരു 10 വർഷമായിട്ട് BJP ആണ് പ്രതിപക്ഷ സ്ഥാനത്ത്. 2015-ലും 20-ലും ആ ഒരു സാഹചര്യമായിരുന്നു. 20-ൽ ചെറിയൊരു ഒരു സീറ്റിന്റെ വ്യത്യാസത്തിൽ അധികാരം നഷ്ടപ്പെട്ടു. ഇപ്പോ നിലവിലെ അവസ്ഥ, ഇപ്പൊ ചേട്ടൻ അടങ്ങുന്ന ആളുകൾ കഴിഞ്ഞ വട്ടം മത്സരിച്ച ആളുകളാണ്. അതിൽ 2ാം സ്ഥാനത്ത് എത്തി നിൽക്കേണ്ട ഒരു സാഹചര്യമായിരുന്നു. ഇപ്പൊ എന്താണ് അവസ്ഥ? ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഒരു 7 തവണയായിട്ട് ഇവിടെ 2ാം സ്ഥാനത്തിനാണ് BJP. 7 വട്ടം. അപ്പോ ഇത്തവണ എന്തായാലും നമ്മൾ ഈ വാർഡ് BJPക്ക് തന്നെ കിട്ടും എന്നുള്ള ഉറപ്പായ വിശ്വാസത്തിലാണ് ഞങ്ങൾ വർക്ക് ചെയ്യുന്നത്. ഇപ്പോ CPM-ന്റെ ഒരു പ്രവർത്തനം, അവര് വലിയ ആത്മവിശ്വാസത്തിലാണ് ഈ ഒരു വാർഡിൽ. ഈ വാർഡില് അവരെ ആത്മവിശ്വാസം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇവിടുത്തെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ അവർക്ക് വേണ്ടതായ പറ്റിയ ആളുകൾക്ക് മാത്രം കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന അവസ്ഥയാണ് ഇവിടെ ഉള്ളത്. ബന്ധു നിയമനം വരെ നടത്തിയിട്ടുള്ള സമയമാണ് ഇപ്പോൾ. അപ്പൊ അത് ഇവിടെയുള്ള ജനങ്ങൾക്ക് അറിയാം. അപ്പൊ അത് അവര് വോട്ട് ചെയ്തുകൊണ്ട് അതിനെ പ്രതികരിക്കും. ഇപ്പൊ ഇവിടുത്തെ വാർഡ് കൗൺസിലറുടെ ഒരു പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് എന്താണ് ഒരു പൊതുപ്രവർത്തനം എന്നുള്ള നിലയിൽ താങ്കളൊരു വിലയിരുത്തൽ എന്താണ്? പൊതുപ്രവർത്തനം എന്നുള്ള ലെവലില് അദ്ദേഹം ഇപ്പൊ എന്നെ സംബന്ധിച്ച് ഞാൻ മനസ്സിലാക്കുന്നത് ആൾക്ക് വേണ്ടപ്പെട്ടവർക്ക് മാത്രം കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന ഒരു അവസ്ഥയാണ്. കാരണം സെലക്റ്റീവ് ആണ് വിഷയങ്ങളെല്ലാം. അതെ. ഇപ്പൊ കോൺഗ്രസിന്റെ ഒരു നിലപാട് എന്താണ്? ഇത്തവണ CPM-ന് വോട്ട് മറിക്കാനുള്ള സാഹചര്യം ഉണ്ടോ? മറിച്ചു കഴിഞ്ഞാൽ BJPക്ക് അതൊരു പ്രതിസന്ധിയാവും. കോൺഗ്രസ് ഏത് കാലത്തും അവർക്ക് മറച്ചുകൊണ്ടിരിക്കുന്ന സംവിധാനം കണ്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ തവണയിലും അവർ നിസ്സാര വോട്ടാണ് പിടിച്ചിട്ടുള്ളത്. അപ്പോൾ കോൺഗ്രസ് ഇവിടെ നല്ല രീതിയിൽ വർക്ക് ചെയ്യാത്തത് നമുക്കൊരു ചെറിയ അടിയാണ്. എങ്കിൽ കൂടി അത് മറികടന്നുകൊണ്ട് ഇത്തവണ നമ്മൾ എന്തായാലും വിജയിക്കും. ചേട്ടാ നമസ്കാരം. ചേട്ടാ പേരെന്തായിരുന്നു? സന്തോഷ്. ചേട്ടൻ ഇതിന് മുന്നേ ഇവിടെ കൗൺസിലർ ആയിരുന്നല്ലോ നഗരസഭയിൽ. നഗരസഭാ കൗൺസിലറായിരുന്നു 2005. അത് വയലാർ വാർഡിൽ നിന്നാണ് ഞാൻ വിജയിച്ചത്. CPM-ന്റെ ഒരു കട്ട അല്ലെങ്കിൽ ഒരു കോട്ട പിടിച്ചെടുത്ത ഒരു സാഹചര്യം തന്നെയായിരുന്നല്ലോ. അതെ. അതിനുശേഷം അവിടത്തേക്ക് ഒരു സാഹചര്യങ്ങൾ മാറി മറിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം സാഹചര്യങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാർട്ടിയുടെ പ്രവർത്തനമാണ് നടക്കുന്നുണ്ട്. പക്ഷെ അതിന് ഞാൻ നിന്ന പൊസിഷൻ മാറിയിട്ട് വേറെ കൂട്ടിച്ചേർത്തിട്ടാണ് പിന്നീട് അവർ ജയിച്ചിട്ടുള്ളത്. അങ്ങനെ ഒരു CPM-ന്റെ ഒരു കട്ട ആ ഭാഗത്തേക്ക് വന്നു. ആ ഭാഗത്തേക്ക് കൂട്ടിച്ചേർത്തിട്ടുകൊണ്ടാണ് സീറ്റ് പോയത്. ഇപ്പോഴത്തെ ഒരു പ്രവർത്തന കാര്യങ്ങളിൽ ആ ഒരു സമയങ്ങളിൽ ചേട്ടൻ മത്സരിച്ച സമയത്ത് ഉണ്ടായിരുന്ന പ്രവർത്തനം ഇപ്പോഴത്തെ ഒരു പ്രവർത്തനം തമ്മിലുള്ള ഒരു വ്യത്യാസം അല്ലെങ്കിൽ മുന്നേറ്റം ഉണ്ടായിട്ടുണ്ടോ? വളരെയധികം മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട്. അടുത്ത ഈ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എന്തായാലും വയലാർ വാർഡ് BJPയുടെ കയ്യിലിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഈ വാർഡിന്റെ ഒക്കെ ഒരു പ്രവർത്തന കാര്യങ്ങൾ എങ്ങനെയാണ്? ഈ വാർഡിലും ഏതായാലും ഈ വയലാർ വാർഡായാലും ഏതാണ്ട് തുല്യമായ രീതിയിൽ തന്നെ BJPയുടെ കയ്യിലിരിക്കും. കാരണം അവിടെ ചെയർമാനാണ് ഇപ്പൊ അവിടുത്തെ നിലവിലുള്ള കൗൺസിലർ. അവര് വളരെയധികം മോശപ്പെട്ട പ്രവർത്തനമാണ് അവിടെ നടക്കുന്നത്. ജനങ്ങളുടെ ഇടയിൽ മൊത്തത്തിലൊരു ട്രെൻഡ് എങ്ങനെയാണ്? BJPക്ക് തന്നെയാണ് സാധ്യത എന്നുള്ളൊരു കാഴ്ചപ്പാടാണ് മൊത്തത്തിലുള്ളത്. അതിൽ എന്താണ് സംശയമുള്ളത്? കേരളം മൊത്തം അങ്ങനെ തന്നെയല്ലേ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഏത് വിഷയമായാലും, ശബരിമല വിഷയമായാലും, ഈ ബന്ധു നിയമനമായാലും, അഴിമതി ആയാലും ഒക്കെ ഈ ഇടതുപക്ഷത്തിനെതിരാണ്.